ആകാശവാണി കണ്ണൂർ. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കിളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം. കിളിക്കൂട്ടം, ഓ കിളിക്കൂട്ടം. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരുടെ പരിപാടിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്. അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. കിളിക്കൂട്ടം, കിളിക്കൂട്ടം. മോളെ പേരെന്താ? അനന്യ. എന്താ അവതരിപ്പിക്കുന്നേ? ഇനി തമിഴ് പദ്യം. എങ്ങനെയാ മോളിത് പഠിച്ചേ? ഇത് ഞാൻ 3ാം ക്ലാസ്സിലെല്ലാം പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പാടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പാടിയതാ. അത് ശരി. അപ്പൊ ആരാ ഇത് പഠിപ്പിച്ചതാരാ? ഇത് സ്കൂളിൽ നിന്ന് ടീച്ചർ പഠിക്കാൻ പറഞ്ഞ് പഠിച്ചതാ. ആണോ? ഏത് ടീച്ചറാ പഠിക്കാൻ പറഞ്ഞേ? കൃഷ്ണശ്രീ ടീച്ചർ. എന്നാ പാടിക്കോ. வணக்கம். அருமையான காலை பொழுதினிடே முத்தமிழின் சுவை வருக. இந்த கவியரங்கிற்கு வந்திருக்கும் நல்ல உள்ளங்களை வாழ்த்தி வரவேற்கிறேன். கவிஞர் இளமை அவர்கள் எழுதிய கல்லறைய வெளிச்சம் என்ற நூலில் நின்றெடுத்தா தமிழனாய் வாழும் தமிழுக்காய் வாழும் என்ற கவி வரிகளை உங்களுக்காக மொழிகிறேன். தமிழ்தான் எங்களுக்கு தாய்மொழி, தமிழனக்கிதுவே உயிர்மொழி. அலைமிகுந்த வறுமை வந்து அவதியுற்ற நாளிலும் ஐயமிட்டே உண்ணுகின்ற அறிவு சொல்லும் தமிழ்மொழி. புதிகையிலே பிறந்து முச்சங்க சபையிலே வளர்ந்து கம்பன் கவியிலே மலர்ந்த வையகத்தின் இணையில்ல செமொழியே, உந்தன் இரவு கண்டு புறம் முதுகு காட்டி ஓடிப்போனாள். இன்றோ இங்கே இவன் தமிழன் என் பதைய மறந்து போனாள். முரசு கொட்டி உன்னை கண்விழிக்க செய்தவா, இல்லே இந்நினம் மண்ணோடு போன பின்பு விழிவிறக்க செய்தவா. தமிழுக்காய் ஒரு குரல் கொஞ்சம் செவி மடக்கிடு. குறிஞ்சி முல்லை மருதம் நெய்தல் பாலை என் உள்குடி மக்கள் வாழ்ந்த பெருமையை நீ அறிவாயோ. கொடிக்காய் கொடி முல்லைக்காய் தன் தேரையே தானம் தந்த பாரியை நீ அறிவாயோ. நெற்றி கண் துறப்பிக்கும் குற்றம் குற்றமே எந்திரிசிண்டம் வாதித்த முஜங்கத்தின முத்தெழும் புலவர் நக்கிரரை நீ அறியாமல் போனாயோ. 2 அடி 7 சீர்கள் உலக புதுமறையாம் திருக்குறள், இயல்வியாலும் இலகியவும் பிணைந்த நீதியிலும் உன் மையல் വള്ളുവൻ തന്ന ഒപ്പട്ടറ ഇലക്കിയം. നന്ദി. അടുത്തത് നമുക്കൊരു കഥാപ്രസംഗാണ്. ആരാ പറയുന്നേ? ശ്രീനന്ദ. ശ്രീനന്ദ എത്രാം ക്ലാസ്സിലാ? 8ാണല്ലേ? അപ്പൊ പറഞ്ഞോ മോളെ. മാനസരസിന് വന്ദനം. ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിലെ മറ്റു നിശന്തിയായ കഥ കണ്ണകി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥ. ചോളനാട്ടിലെ കാവേരിപ്പൂം പട്ടണം മഹാപ്രഭുക്കളുടെ മഹാനഗരം. ആ നഗരത്തിലെ വാണിക് ശ്രേഷ്ഠനാണ് കോവലൻ. ആ യുവാവ് മഹാധനികൻ മാത്രമല്ല, ദേവരൂപനാണവൻ, കാമകോമളൻ. തേരിറങ്ങി വന്നുരിന്ദ്രതുല്യനാണവൻ. ഏവരും പുകഴ്ന്നു പാടുമാവണീശ്വരൻ. സർവസദ്ഗുണങ്ങളും തികഞ്ഞ കോവലൻ. സർവസൗഭാഗ്യങ്ങളും നിറഞ്ഞ കോവലന്റെ പ്രിയ പത്നിയാണ് കണ്ണകി. മാതൃകാ ദമ്പതികളായി അവർ ജീവിതോത്സവം ആസ്വദിക്കുകയാണ്. സുന്ദരിയും സുശീലിയുമായ കണ്ണകിയെ ആണ്ടവൻ കോവിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയ ആ അസുലഭ നിമിഷത്തെക്കുറിച്ച് അവൻ ഇടയ്ക്കിടെ അവളെ ഓർമ്മിപ്പിക്കും. തിരുനടയിൽ തൊഴുതു നിന്ന തമ്പുരാട്ടി, പുലരുളിയിൽ കതിർ ചൊരിയും കോമളാങ്കി, കനകമയം തരുനിരവും കരിമിഴിയാളേ, മമ ഹൃദയം തവ സദനം പൂമൊഴിയാളേ. കണ്ണകി, ഉന്നെ കിടച്ചത് എൻ മഹാഭാഗ്യം. നീയില്ലാമ എനിക്ക് വാഴ്വയില്ലേ. ഇത് കേൾക്കെ അവളുടെ കവിൾ നാണം കണ്ട് ചുവന്നു തുടക്കും. ആഹ്ലാദകരമായ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ആയിടെ അമ്മൻ കോവിൽ ഉത്സവത്തിന് കൊടികയറി. തോരണങ്ങളും കമാനങ്ങളും നിരന്നു. തേരും തേരോട്ടവും വരുന്നു. എല്ലാത്തിനും മുൻപന്തിയിൽ കോവലൻ തന്നെ. തിരക്കൂത്ത് ആരംഭിച്ചു. 4 നാട്ടിലും പേരുകേട്ട അഴക് റാണി മാധവിയാണ് നർത്തകി. ദീപകാന്തി തെളിഞ്ഞു. നൃത്തവേദി ഉണർന്നു. മിന്നൽ കൊടി പോലെ ചടുല താളമേളങ്ങൾ മതിമറന്നാടുന്ന മാധവി ഒരു സ്വർഗീയ റാണിയായി മാറി. ആനന്ദലഹരിയിൽ അകന്നിറഞ്ഞാടുന്ന ആയിരങ്ങൾ. നൃത്തം അവസാനിച്ചു. കരഘോഷങ്ങൾക്കിടയിൽ കൈതൊഴുത് നർത്തകി അണിയറയിലേക്ക് മടങ്ങി. മായകമായ ഏതോ വിഭ്രാന്തിയിൽ അകപ്പെട്ടവനെ പോലെ അതാ കോവലൻ അണിയറയിലേക്ക് പായുന്നു. അവിടെ സ്വപ്നം വിടരുന്ന കടമിഴികളോടെ പുഞ്ചിരിമായി നിൽക്കുന്നു മാധവി. കോവലൻ ഞൊടിയിൽ തന്റെ രത്നഹാരം മൂരിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. മണിക്കിലെങ്കും മട്ടിൽ ചിരിച്ചുകൊണ്ട് അവൾ തള്ളിയ കൈകൾ നീട്ടി. ആ കൈകൾ കോവലൻ ഞൊടിനേരം പുണർന്നു.
പ്രിയരെ, കോവലിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ആ നൃത്തസന്ധ്യ. അന്ന് തൊട്ട് അവൾ ആനാകെ മാറി. കണ്ണകിയെ കാണി തന്നെ ചതുർത്ഥിയാണ്. മദ്യപിച്ച് ബഹളം വെച്ച് വരുന്ന കോവലിന്റെ കാൽക്കൽ പിടിച്ച് അവളെ കണ്ണീരോടെ ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അങ്ങ് എന്തിനെങ്ങനെ സ്വയം നശിക്കുന്നു? ചീ, മാറുന്നില്ലടി തൃണമേ. ആറണിക്കു നീ മടുത്തു പോ പുറത്തു പ്രേതമേ. മാധവി എനിക്കു സ്വർഗ റാണിയാണു കാമിനി. ആ മനോഹറാങ്കി നിന്ന ചുറ്റുവട്ടമെത്തുവാൻ 7 ജന്മമെങ്കിലും ജനിക്കണം നീ ഓർക്കണം. ചവിട്ടിക്കുടഞ്ഞിരുന്ന വേദനയിലും ആ ധർമ്മപത്നി തന്റെ കണവന് വേണ്ടി പ്രാർത്ഥിച്ചു. കടവുളെ കാപ്പാത്തുങ്കോ, കണവനെ കാപ്പാത്തുങ്കോ. കണ്ണകിയുടെ കണ്ണീൽ കുതിർന്ന നാളുകൾ കടന്നുകൊണ്ടേയിരുന്നു. കോവലൻ തിരിച്ചു വന്നില്ല. കാഞ്ചീപുരത്തെ മട്ടുപ്പാവിൽ മാധവി അവനെ മയക്കിയെടുക്കുകയായിരുന്നു. ആടിയും പാടിയും പ്രണയപൂവാടിയിൽ ഇരുകുകിലങ്ങൾ പൂൽ രമിച്ചു വാണു. പാടെ മറന്നവൻ സർവസമ്പത്തും നൽകി പ്രേമദാമത്തെ തന്നെ സ്വന്തമാക്കി. പ്രേമദാമത്തെ തന്നെ സ്വന്തമാക്കി. മാധവിയുടെ മലയാവയലത്തിൽ കുടുങ്ങിക്കിടന്ന കോവലൻ അവൾ ആഗ്രഹിച്ചതെന്തും അവളുടെ കാലുകൾ സമർപ്പിച്ചു. ആ നൃത്തക്കാരുടെ കടക്കണ്ണിൻ കോണിൽ ഒരു കളിപ്പാവയെ പോലെ അവൻ കുരുങ്ങിക്കിടന്നു. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാധവിയുടെ മട്ടുമാറി. ഒടുവിൽ കോവലിന്റെ മുഖത്ത് നോക്കി അവൾ അട്ടഹസിച്ചു. കണ്ട മദ്യപന്മാർക്ക് കാര്യം നടക്കാൻ സത്രമില്ലിത്, കടക്കുപുറത്ത്. മാധവി, ഇത് നീ തന്നെയോ? അതെ. എന്താ തുറച്ചു നോക്കുന്നേ? കടക്കുപുറത്ത്. കാശിന് കൊള്ളാത്തവൻ. അവൾ വാതിലുകൾ കൊട്ടിയടച്ചു. സർവ്വസൗഭാഗ്യവും നഷ്ടപ്പെട്ട ആ ഹതഭാഗ്യൻ കുറ്റബോധത്തിൽ നീറുന്ന മനസ്സുമായി ഇരുട്ടിലൂടെ നടന്നു. ഉരുകുന്ന നെഞ്ചുമായി ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ വിതുമ്പുന്നു പാദം. ഇനി ഏതു പാത? ഇരുളാണ്ട വഴിയിൽ ഒരു കുഞ്ഞു താരവുമില്ല. ഇനി ഏതു പാത? ഇരുളാണ്ട വഴിയിൽ ഒരു കുഞ്ഞു താരവുമില്ല. ആ പാതിരാവിലും കൊളുത്തു വെച്ച കൈവിളക്കിന് മുൻപിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കണ്ണകി വിതുമ്പുകയായിരുന്നു. പെട്ടെന്ന് പുറത്തു നിന്നൊരു കാലച്ച. യാരത്? അവൾ കരുതി വെച്ച കൊടുവാൾ കയ്യിലെടുത്തില്ല. കാരണം അന്നതിന്റെ ആവശ്യവുമില്ല. അന്നത്തെ സമൂഹം ഇന്നത്തേതുപോലെ പൈശാചികമായിരുന്നില്ല. ഇന്നാണെങ്കിലോ 90 കഴിഞ്ഞ വൃദ്ധകൾക്ക് പോലും രക്ഷയില്ല. യാരത്? കണ്ണകി ചെറുപ്പൊഴുതിലൂടെ നോക്കി. കടവുളെ, കോവലൻ! അവൾ ഓടിച്ചെന്ന് വാതിലുകൾ തുറന്നു. കാൽ തൊട്ട് വന്ദിച്ചു. വാങ്ങൂ വാങ്ങൂ, ഉള്ളേ വാങ്ങൂ. കണ്ണകി, കാരുണ്യമാക്കിക്കാത മഹാപാപിയാണ് ഞാൻ. എനിക്ക് മാപ്പ് തരൂ. അങ്ങനെ പറയരുത്. തെറ്റുപറ്റുക മനസ്സഹജമല്ലേ? എനിക്കങ്ങേ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ആ കുലധർമ്മ പത്നിയുടെ സ്നേഹത്തിന്റെ ശീതളശാഖയിൽ കോവലിന്റെ നെഞ്ചിലെ തീയണഞ്ഞു. കണ്ണകി, ജീവിക്കാനായി നമുക്ക് എന്താണ് മാർഗം? വഴിയുണ്ട്. അവൾ പെട്ടുതടന്ന് ആ പട്ടുപതി കയ്യിലെടുത്തു. നോക്കൂ, മംഗല്യനാളിലെ താതനണീച്ച പുഞ്ചിലമ്പാണിതു വാങ്ങൂ. പാരലമൂലമാം രത്നജാലങ്ങൾ തൻ മഞ്ജിര ശിഞ്ചിതം കേൾക്കൂ നിങ്ങൾ. മഞ്ജിര ശിഞ്ചിതം കേൾക്കൂ നിങ്ങൾ. അങ്ങെന്തിനിങ്ങനെ വിഷമിക്കുന്നു? എനിക്കെന്റെ അച്ഛൻ തന്ന പുഞ്ചിലമ്പല്ലേ. ഇതിലൊരെണ്ണം വിറ്റാൽ നമുക്കേറെ കാലം സുഖമായി ജീവിക്കാം. മുടങ്ങിപ്പോയി വാണിപ്പം പുനരാരംഭിക്കുകയും ചെയ്യാം. പിറ്റേൻ തന്നെ കോവലൻ ചിലമ്പു വിൽക്കാൻ മധുരയിലേക്ക് പുറപ്പെട്ടു. പാണ്ഡ്യനാട്ടിലെ പേരുകേട്ട രത്നവ്യാപാരിയായ നഗരവീര പെരുന്തട്ടാന്റെ കടയിലെത്തി. കൂട്ട വയറും കൂറൂക്കാൻ കണ്ണുകളുമുള്ള പെരുന്തട്ടാൽ ചിലമ്പു വാങ്ങി തിരിച്ചു മറച്ചു നോക്കി. ഉക്കാറുങ്കോ ഉക്കാറുങ്കോ, കൊഞ്ച ഉക്കാറുങ്കോ, ഞാൻ വന്നിട്ടേ. തട്ടാൻ ഉള്ളിലേക്ക് പോയി. ഏറെ നേരം കഴിഞ്ഞില്ല, ഒരു കുതിരവണ്ടി പാഞ്ഞു വന്നു. രാജഭടന്മാർ കോവലിനെ വണ്ടിയിലേക്ക് വലിച്ചയച്ചു. തമ്പുരാട്ടിയുടെ ചിലമ്പുകെട്ട പെരുങ്കള്ള കാട്ടാ വണ്ടിയിൽ. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. തമ്പുരാട്ടിയുടെ ചിലമ്പുകെട്ട പെരുങ്കള്ളനെ കാണാൻ ജനം കൊട്ടാരത്തിലേക്ക് ഓടി. ചിലമ്പുയർത്തിക്കാട്ടി പാണ്ഡ്യമന്നൻ ആജ്ഞാപിച്ചു. തലവെട്ടി അരിവിൻ തെരുവിലെ കള്ളനെ, ഇനിമേൽ ഇതുപോൽ കവർച്ചയുണ്ടാകുല. ഇത് പാഠം ഈ പാണ്ഡ്യമന്നൻ തൻ ശാസനം. കരുതി മരുവീടണം മധുരയ്ക്കു മാതൃക. ഒരക്ഷരം മിണ്ടാനോ ഒന്നുരയ്ക്ക് കരയാനോ കഴിഞ്ഞതുകൊണ്ട് കോവലിന്റെ തല തിരച്ചു വീണു. രക്തം ചീറ്റിയൊഴുകി. വാർത്ത കേട്ടു നടുങ്ങിയ കണ്ണകി അഴിഞ്ഞുലഞ്ഞ മുടിയോടെ തീപ്പാറുന്ന കണ്ണുകളുമായി കൊട്ടാരത്തിലേക്കൂടി. പ്രിയതമന്റെ ചുടുചോര കൊണ്ട്
തൊടുകുറി ചാർത്തി. സിംഹാസനത്തിലിരിക്കുന്ന മന്നനെ തുറിച്ചു നോക്കിക്കൊണ്ടലറി, അധികാരമത്തനായി അലറുന്ന മന്നവാ, അപരാധിയോ എന്റെ കാന്തൻ, തലവിട്ടി നീ പെയ്ത രുദ്രമേ സാക്ഷി, അറിയാതെ പൊരുളറിഞ്ഞോളൂ, അറിയാതെ പൊരുളറിഞ്ഞോളൂ. എന്ത് ധിക്കാരം പുലമ്പുന്നോ? നമ്മുടെ പ്രിയതമ്മയുടെ ചിലമ്പ് കെട്ട നിന്റെ ഭർത്താവ് അപരാധിയല്ലെന്നോ? ഹേ മന്നവാ, നേരെ അറിയാതെ നിങ്ങൾക്ക് ഞാൻ നേരെ കാട്ടിത്തരാം. നോക്കൂ, നിങ്ങൾ പിടിച്ചു വാങ്ങിയ ചിലമ്പിന്റെ ജോഡിയാണിവ. പറയൂ, തമ്പുരാട്ടിയുടെ ചിലമ്പിനകത്ത് മുത്തോ രത്നമോ? മുത്ത്, ഒന്നായ മുത്തു നിറച്ച ചിലമ്പാണിത്. എന്നാൽ കണ്ടോളൂ, ഈ ചിലമ്പിനകത്ത് അമൂല്യമായ രത്നങ്ങളാണ്. അവൾ അത് പറഞ്ഞുകൊണ്ട് ചിലമ്പ് സഭാ മണ്ഡപത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലമ്പ് പൊട്ടി രത്നങ്ങൾ നാലുപാട് ചിതറി. തമ്പുരാൻ നടങ്ങി കാടങ്കൽ കിടിലം കൊണ്ടു. ഒരു നിമിഷം പ്രതികാര ദുർഗയായ കണ്ണകി ഭീകരമായ അൾച്ചോടെ തന്റെ വലതുമുല പറിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹേ ധർമ്മം പിഴച്ച മന്നവാ, നീയും നിന്റെ സർവവും വെന്ത് ചാമ്പലാകട്ടെ. കണ്ണകി തളർന്നു വീണു. പെട്ടെന്ന് കൊടുങ്കാറ്റേർന്നു. കാറ്റിലുടനീളം തീജാലകൾ പടർന്നു. പാണ്ഡ്യമന്യനും കൊട്ടാരവും മധുരാപുരിയും വെന്ത് ചാമ്പലായി. പ്രിയരെ, ധർമ്മം പിഴച്ച ഭരണാധികാരികൾക്ക് ആ ധർമ്മം തന്നെ അന്തകനാകുന്നു. ഒന്നുകൂടി, പെണ്ണിന്റെ കണ്ണീരഗ്നിയിൽ വെന്ത് ചാമ്പലാകും ഏത് ഭരണകൂടവും. നന്ദി, നമസ്കാരം. കിളിക്കൂട്ടം കിളിക്കൂട്ടം. അടുത്തത് ഒരു വഞ്ചിപ്പാട്ടാണ് അല്ലേ? ആരൊക്കെ അവതരിപ്പിക്കുന്നേ? ഗോപിക, വേദ, അനുനന്ദ, ആവണി, ശ്രീലക്ഷ്മി, ചിന്മയ, കീർത്തന, ശിവലയ, സ്നിയ. മഹാഭാരതത്തിലെ ഒരു ഭാഗമായ ഭീഷ്മപർവത്തിലെ ഏതാനും വരികളാണ് ഞങ്ങളിവിടെ ആറന്മുള ശൈലിയിൽ അവതരിപ്പിക്കുന്നത്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി അർജുന
എല്ലാരും നന്നായിട്ട് പരിപാടികൾ അവതരിപ്പിച്ചു കേട്ടോ. ചേച്ചിക്ക് ഇഷ്ടായേ? നമുക്കിനി പിന്നെ കാണാം. ഓക്കെ. കിളിക്കൂട്ടം ഓ കിളിക്കൂട്ടം. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരുടെ പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഇനി കിളിക്കൂട്ടം അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കേൾക്കാം.